പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് പല അച്ഛനമ്മമാരും മക്കളെ ഒരു തത്തേനെ കൂടുതലിട്ട് വളർത്താൻ പോലെ വളർത്തുന്നുണ്ട്. നീ അത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, നീ ആ പെണ്ണിനെ നോക്കാൻ പാടില്ല, നീ പ്രേമിക്കാൻ പാടില്ല, നീ കാർ ഓടിക്കാൻ പാടില്ല, നീ ബൈക്ക് ഓടിക്കാൻ പാടില്ല, നീ സേർട്ട് വലിക്കാൻ പാടില്ല, നീ വെള്ളമടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളർത്തിയ ഒരു മകൻ പെട്ടെന്ന് വഴിതെറ്റി പോകണമെന്നത്തെ സംഭവം. അങ്ങനെ വഴിതെറ്റി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിഹിതത്തിലൂടെ വരണ തന്നെയാണ് സംഭവം. നമുക്ക് എന്തായാലും വിഷയത്തിൽ കിടക്കാം. അച്ഛനമ്മയും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് വളർത്തിയൊരു മകൻ. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്നു. അവന് കോളേജ് വിട്ട് കഴിഞ്ഞാൽ അവൻ വീട്ടിലെത്തിയിരിക്കണം. കൂട്ടുകൂടാനോ കൂട്ടുകാരെ കൂടെ കളിക്കാനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നിനും മൂപ്പർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ മൂപ്പർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ടൂറ് പോകണം. അതുപോലെ തന്നെ സ്ത്രീകളെ മൂപ്പര് എന്ന് വൈകുന്നേരം കിടന്ന് പറയുമ്പോൾ സ്ത്രീകളെ സ്വപ്നം കാണും. എന്താണ്, സ്ത്രീകളായിട്ട് ഒരു സ്ത്രീ വരുന്നു, ആ സ്ത്രീയായിട്ട് പരിപാടി ചെയ്യുന്നു, ആ സ്ത്രീയായിട്ട് കെട്ടിപ്പിടിക്കുന്നു, സ്നേഹിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എണീക്കുമ്പോൾ വിചാരിക്കും ഇത് സ്വപ്നമായിരുന്നല്ലോ. അങ്ങനെ മൂപ്പരെ മനസ്സിൽ മുഴുവൻ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പർക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനും കൂടിയിട്ട് ഒരു വലിയൊരു ടൂറിന് പോകണം. അപ്പോൾ ആ ടൂറിന് പോയി കഴിഞ്ഞാൽ 15 ദിവസമാണ് ആ ടൂറ്. വലിയൊരു ടൂറാണ്. അപ്പോൾ പല രാജ്യങ്ങളും കാണാനായിട്ട്. അപ്പോൾ ഇവന് കോളേജുണ്ട്, പഠിത്തമുള്ളതുകൊണ്ട് ഇവനെ കൊണ്ടുപോയില്ല. അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു ഞങ്ങൾ ടൂറിന് പോകണം, നീ ഒരു കാരണവശാലും ഈ ഒരു കൂട്ടുകാരെ കൂടെ കൂടാനോ നമ്മുടെ കാറെടുത്ത് ഓടിക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിന് നീ ചെയ്യരുത്. നിന്നെ എന്നും ഞങ്ങൾ വിളിക്കും. നീ എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ നിന്ന് മേടിക്കും എന്നിട്ട് പറഞ്ഞിട്ട് പോണത്. അങ്ങനെ പ്ലെയിനിൽ പോയിട്ട് അച്ഛനമ്മേനൊക്കെ യാത്രയ്ക്ക് ഒരു വലിയ സന്തോഷമായി. ഇവ ഈ കൂട്ടിൽ നിന്ന് അടച്ചിട്ട അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന പുള്ളികൾക്ക് പരോള് കിട്ടിയ പോലെയായി. കൂട്ടി നടക്കുമ്പോൾ സന്തോഷമായിട്ട് അങ്ങനെ കൂട്ടുകാരെ അടുത്തൊക്കെ ചെന്നു. കൂട്ടുകാരോട് പറഞ്ഞു, കോളേജിലുള്ള കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. 10-15 ദിവസത്തേക്ക് അച്ഛനമ്മയും പോയി പോണത്. ഞാൻ വളരെ ഹാപ്പിയാണ്, നമുക്ക് ഇനി അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ 1-2 ആൾ പറഞ്ഞു എന്തിട്ടാ അടിച്ച് പൊളിക്കുന്നത്, നിനക്ക് എന്താ പോയിൻ്റെ എന്താ ചെയ്യേണ്ടപ്പം നമുക്ക് ടൂറ് പോകണം. ടൂറൊന്നല്ല, നമുക്ക് പെണ്ണുങ്ങളെ കൂടെ കഴിയാം. പെണ്ണുങ്ങളെ അറിയാനായിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളെ കൂടെ ഒന്ന് കഴിഞ്ഞാലോ. അപ്പോൾ അതിലത്തെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും, നിൻ്റെ വീട് നിന്ന് ഫ്രീ ആയി കിടക്കല്ലേ, ഞാനൊരു പെണ്ണിനെയും കൊണ്ടങ്ങോട്ട് വരാം, നീ അവിടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയായപ്പോൾ ബെല്ലടിക്കുന്നു. 2 കൂട്ടുകാരും ഒരു പെണ്ണും ഉണ്ട് കൊണ്ടുവന്നു. അതിന് പറഞ്ഞു അതേ, നിങ്ങൾക്ക് 2 ആൾക്കും പരിപാടിക്ക് വേണ്ടിയല്ല ഞാൻ പെണ്ണിനെ കൊണ്ടുവന്നത്, അത് എനിക്ക് പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ 2 പേരും ഇവിടെ ഇരുന്നാൽ മതി പറഞ്ഞിട്ട് അവൻ പോയി പരിപാടി ചെയ്തു. ഇവനാന്ന് ഇവർ 2 ആൾക്കാഞ്ഞിന് തലയിലെ പീര് ഓടളകി. അവിടെ ചെല്ലുമ്പോൾ ആ മോളിൽ നിന്ന് ഉള്ള കൂട്ടുകാരൻ കിടന്ന റൂമിൽ നിന്നുള്ള ശബ്ദങ്ങളും ചിളികളും മറ്റുള്ളതൊക്കെ കേട്ടപ്പോൾ അവൻ്റെ പരിപാടിയിലെ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവർ കണ്ടുവരും. അപ്പോൾ അവർ 2 പേരും തീരുമാനിച്ചു പുറത്തല്ലേ ഇരുത്തി പോണത്, ഒരു കുപ്പി വേറും കൊടുത്തിട്ട് ഇവരെ പുറത്തിരുത്തി വെക്കുക. ഇവർ പറഞ്ഞേ ഇതും കേട്ട് നമുക്ക് കൂടി ഇരിക്കണ്ട, അപ്പോൾ ഇതിൽ നിന്ന് പങ്കും നമുക്ക് കിട്ടാൻ പോകണില്ല എന്ന് അവൻ പറഞ്ഞത്. അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് പോയിട്ട് ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടി പുറത്ത് ഡ്രൈവിന് പോയി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരം എടുത്തപ്പോൾ 2 കൂട്ടുകാരും ആ പെണ്ണിനെയും അവൻ പറഞ്ഞയച്ചു. അവനെ അത് കഴിഞ്ഞ് തന്നെ കോളേജിലും പോയി. ഇങ്ങനെ കോളേജിൽ പോയപ്പോൾ അവനൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ആ കൂട്ടുകാരൻ വന്ന് ചെയ്ത കാര്യങ്ങളും അതൊക്കെ കേട്ടപ്പോൾ ഇതുപോലൊന്നും നമുക്ക് കിട്ടണമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിൽ ഇവൻ വീട്ടിൽ വന്നപ്പോഴും വീണ്ടും സ്വപ്നങ്ങളാണ് കാണുന്നത്. ഒരു പെണ്ണായിട്ട് ആ പെണ്ണ് കുളിക്കുന്നു. അപ്പോൾ ഇവൻ കയറി സോപ്പ് തേച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാം മാഞ്ഞു പോണ്. അപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കണം. ഒത്തിരി കഴിഞ്ഞ് കണ്ണ് തുറന്നാൽ മതി എന്ന് പറയണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളോട് മനസ്സിൽ നിന്ന് പോവുക. ആ സമയത്ത് അച്ഛനമ്മേരെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടാ എനിക്ക് എവിടെന്നെങ്കിലും ഒരു കോൾ ഗേളിനെ കിട്ടുമോ, ഒരു പരിപാടി ചെയ്യാനായിട്ട് എനിക്കൊരു പൈസ കൊടുക്കാം, എനിക്കൊരു ആളെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ, ഇന്ന് രാത്രി തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അതിനപ്പോൾ വലിയ സന്തോഷമായി. അന്ന് കോളേജിൽ പോയപ്പോൾ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സൂര്യനൊക്കെ കല്ലെടുത്ത് എറിഞ്ഞ് എങ്ങനെയും ഒരു ദിവസം രാത്രിയാക്കിയവൻ കാത്തിരിക്കുക. അപ്പം എൻ്റെ കോളിംഗ് ബില്ലടിച്ചു. കോളിംഗ് ഒരു സന്തോഷമായിട്ട് ചെന്ന് വാതിൽ തുറന്നെങ്കിൽ പിന്നെ കൂട്ടുകാരൻ അയച്ചോണ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണും പെണ്ണല്ലാത്തൊരു ഗാണ്ടൂനെ. ഇത് കണ്ടോടുകൂടി പിന്നെ ആകെ പെരിയിളകി. കൂട്ടുകാരനെ വിളിച്ചോടാ ഇതാണ്ട പെണ്ണ്, ആ പെണ്ണല്ലേ, അവൾ സാരി കൊടുത്തിട്ടല്ലോ നോക്കണത്, നിനക്കിപ്പോൾ എന്താ കുഴപ്പം, നിനക്കൊരു ട്രെയിനിങ് ആയോട്ടെ, അവൾ നല്ല ട്രെയിനറാണ്, അത് കഴിയുമ്പോൾ നിനക്ക് പിന്നെ അടുത്തതിന് നമുക്ക് പെണ്ണിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എനിക്കിതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യും, അവളുടെ പേയ്മെൻറ്റ് എന്തായാലും കൊടുക്കണം, പേയ്മെൻറ്റ് അവൾ വന്ന കാറിനുള്ള വാടകയും കൊടുത്ത് അവൾ പറഞ്ഞയച്ചോ, ഇയാന്ന് ഉപയോഗിക്കണ്ടാവോ. അപ്പോൾ ഈ വന്ന പെണ്ണിന് സങ്കടമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവൻ പരിപാടി ചെയ്തുമില്ല, പേയ്മെൻറ്റ് തരുകയും ചെയ്തു, വന്ന ടാക്സിക്കും പൈസ തന്നു. അപ്പോൾ അവൻ പറഞ്ഞ് നിനക്കപ്പോൾ പെണ്ണിനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരിയായ നിന്നെ പ്രായത്തിലൊരു പെണ്ണ് വരും, നീ പരിപാടി ചെയ്തോട്ടാ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്പർ മേടിച്ച് വെച്ചു. ഇപ്പം പിന്നെ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങി എന്താ ചെയ്യേണ്ടത്, ആ നമ്പറിലേക്ക് വിളിക്കുക വേണ്ടേ, വിളിച്ചതിന് വല്ല പുലിവാലുണ്ടാവുമോ എന്താണെന്ന് പറഞ്ഞ് യാതൊരു പിടിപാടും ഇല്ല. അവസാനം തന്നെ ഈ സ്വപ്നം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അനുഭവം എന്തായാലും വിളിക്കാൻ തന്നെ വിളിച്ചപ്പോൾ എൻ്റെ നല്ലൊരു ശബ്ദം അപ്പുറത്തുനിന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, ഇത്ര നമ്പറെ വീട്, ഇന്ന ലൈനിൽ, നിങ്ങളൊന്ന് വരുമോ, ഇന്ന ആളെ എനിക്ക് നമ്പർ തന്നത് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരാലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ ഇവൻ കാത്തിരുന്ന് വോളിംബെല്ലടിച്ച് തുറന്നു നോക്കിയപ്പോൾ വേണ്ടി നല്ല സുന്ദരിയായൊരു പെണ്ണ്, ചെറുപ്പക്കാരി. അപ്പോൾ ഇവന് ആകെ അതിശയായി, ഇത്രയും ചെറുപ്പമുള്ള പെണ്ണുങ്ങളൊക്കെ പരിപാടിക്ക് നടക്കണ്ട. അങ്ങനെ ഇവർ കയറി റൂമിൽ ഇവിടെ വന്നു, കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു അതെ നമുക്ക് പരിപാടിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്നൊരു ഡ്രൈവിങ്ങിന് പോയിട്ട് വന്നിട്ട് ചെയ്യാം, എല്ലാവരും എപ്പോൾ വന്നാലും എന്നെ പിടിച്ച് അപ്പം തന്നെ പരിപാടി ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ ഒരു ചെറുപ്പമല്ലേ, അപ്പം നമുക്കൊന്ന് ഡ്രൈവിനൊക്കെ പോയി വന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്താൽ പോരെന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനോട് കാർ ഓടിക്കരുതെന്ന് പറഞ്ഞു നോക്കണത്. ഇവൻ കാറൊക്കെ എടുത്ത് ഇവിടെ കയറ്റി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കടപ്പുറത്തൊക്കെ പോയി ഇരുന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അപ്പോൾ സ്നേഹിക്കുന്ന പെണ്ണിനെ കൊണ്ടു നടക്കുന്ന പോലെ അവൻ കൊണ്ടു നടക്കണത്. അങ്ങനെ ഇവിടെ വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായി പരിപാടി കഴിഞ്ഞ് വലിയ ഇഷ്ടമായി. സ്വപ്നത്തിൽ കണ്ടതൊക്കെ അവൻ ചെയ്തു. സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം അവൻ ഉറങ്ങിയപ്പോൾ സ്വപ്നവും കണ്ടില്ല. അങ്ങനെ നേരം വെളുത്ത് പോയപ്പോൾ ഇവള് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇന്നും കൂടി ഇവിടെ നിന്നോട്ടെ, ഞാൻ രാത്രിയാകുമ്പോൾ എനിക്ക് വേറെ ബുക്കിംഗ് ഉള്ളൂ, അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ നിന്നോട്ടെ, നീ കോളേജിൽ പോകില്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ നിന്നോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പോകണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പൂട്ടിയിട്ട് താക്കോലിനെ സ്ഥലത്ത് വെച്ചാൽ മതി, ഞാൻ വരുമ്പോൾ 4-4:30 ആവുമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അവൾ പറഞ്ഞു ഞാനൊരു ഉച്ച കഴിഞ്ഞാൽ പൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭക്ഷണമൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു കൂട്ടി നോളാൻ പറഞ്ഞു. ഇവൻ പോവുകയും ചെയ്തു. ഇവന് സമാധാനമില്ല. ഇവളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഒറ്റയ്ക്കാണല്ലോ വീട്ടിൽ വല്ലവരും വരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ അപ്പോൾ വേഗം കോളേജ് വിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവള് പോയി. അങ്ങനെ വീട്ടിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ വിലപിടിപ്പുള്ള ഒരു വൈരമാല കാണാനില്ല. അതവളെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇപ്പം വേഗം കൂട്ടുകാരനോട് വിളിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാം, അമ്മയുടെ വൈരമാലയും കൊണ്ട് അവൾ പോയിക്കോളൂ, അമ്മ വരുമ്പോഴേക്കും ആ മാല കിട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ കഷ്ടത്തിലാവും ഞാൻ. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ അവളെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ അമ്മയുടെ മാലയാണത്, വിലപിടിപ്പുള്ള 1 ലക്ഷം രൂപയോളം വിലയാണെന്ന് അമ്മ പറയണത്. അപ്പോൾ അതുകൊണ്ട് അമ്മ പറയുമ്പോൾ ചിലപ്പോൾ ഒരു 3 ലക്ഷം രൂപ വില ഉണ്ടാവും, 1 ലക്ഷം എന്ന് വെറുതെ പറയാവും. അപ്പോൾ അതുകൊണ്ട് ആ മാല ഇവിടെ ഇല്ലെങ്കിൽ എന്നെ തല്ലി കൊല്ലും, നീ ആ മാല എനിക്ക് താന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും ഞാനെടുത്തില്ല, എനിക്കിപ്പോൾ അത് എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ മാത്രം അവിടെ വന്നിട്ടുള്ളൂ, നീ എന്നെ മാല എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ ഞാൻ എടുത്തില്ലേ മാല എന്ന് എൻ്റെ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞ് എടുക്കണില്ല. അപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ ഇങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞല്ലോ ഒരു ഗാണ്ടു, അതിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു മാലയും കൊണ്ട് അവൾ പോയതിനെ അവളെ എവിടെ പോയില്ല കാണാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവളൊരു ക്ലബ്ബിൽ വരും രാത്രി, അപ്പോൾ ഞാനും വരണ്ട അങ്ങോട്ട്, മാല എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ച് നിനക്ക് തരണ്ട, നീ പേടിക്കേണ്ട കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ചെന്നപ്പോൾ ആ ക്ലബ്ബിൽ ഈ പെണ്ണും വന്നു, ഈ ഗാണ്ടും വന്നു, അതുപോലെ തന്നെ ആണുപെണ്ണും വന്നു. ഇവർ 2 കൂട്ടുകാരും കൂടി ചെന്നിട്ട് പറഞ്ഞു ആ മാല തന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മ പറഞ്ഞോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പോലും ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് 1 വരെ വണ്ടി ഓടിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു ശരി ഞാൻ തരാം മാല, എനിക്ക് വേണ്ട മാല എന്ന് പറഞ്ഞിട്ട് അവളാ മാല അവന് കൊടുത്തു. ഇവരെല്ലാവരും കൂടി ഇടപെട്ടോട് കൂടിയിട്ട് അവളാ മാല കൊടുത്തു. അപ്പോൾ ഇവനായിട്ട് ഭയങ്കര ഒരു കോംബോ വന്നു. ഇവനോട് ഭയങ്കര ഇഷ്ടം തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലവ് ട്രാക്ക് ഇവനോട് തോന്നി അവൾക്ക്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇവള് ഇടയ്ക്കിടയ്ക്ക് ഇവനെ വിളിക്കുമ്പോൾ പറയും അതെ ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ കസ്റ്റമേഴ്സിനൊന്നും എടുക്കുന്നില്ല, ഒരാഴ്ച, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നീ അന്ന് പോയ പോലെ നമുക്കൊന്ന് കറങ്ങുക എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ശരി കറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോകും, കടപ്പുറത്ത് പോകും, ഇങ്ങനെയൊക്കെ പോകും. അങ്ങനെ ഒരു ദിവസം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു കാടിൻ്റെ സൈഡിലേക്ക് പോകാൻ തുടങ്ങി. നമുക്കിന്ന് പരിപാടി ആ കാടിൻ്റെ സൈഡിൽ വെച്ച് പരിപാടി ചെയ്യാം, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ആ വഴി അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, ആ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് തെറ്റിയിട്ട് ഇവർ എന്താ വെച്ചാൽ ഒരു ഒരു ചാലുണ്ട്, വലിയൊരു ചാല, ആ ചാലിലേക്ക് വണ്ടിയും പോയി ഇവർ 2 ആളും കൂടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ അപ്പോഴേക്കും അവിടെ നിന്ന് 2 പേരും നീന്തി കയറി. വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡാമേജായി. അങ്ങനെ പിറ്റേ ദിവസം ക്രെയിൻ കൊണ്ടുവന്നിട്ടാണ് വണ്ടിയൊക്കെ എടുത്ത് പൊന്തിച്ച് കയറ്റിയത്. നോക്കിയപ്പോൾ എൻ്റെ വണ്ടിക്ക് ബെൻസ് വണ്ടിയാണ് തന്നെ,
എന്നിട്ട് വണ്ടിക്ക് ഇത് വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് ഇത്തിരി പൈസ വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, എത്ര പൈസ വന്നാലും എത്രയും പെട്ടെന്ന് എനിക്ക് ശരിയാക്കണം, ഇത് ശരിയാക്കിയില്ലെങ്കിൽ ശരിയാകും. അപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഇത്ര പൈസ പറഞ്ഞു, വലിയ എമൗണ്ടാണ് പറഞ്ഞത് വണ്ടി ശരിയാക്കാനായിട്ട്. അപ്പോൾ ഇവർ കൂട്ടുകാരെ വിളിച്ചു, അങ്ങനെ ഇവൻ്റെ കാമുകിനെ വിളിച്ചു, അതുപോലെ തന്നെ ആ ആടുപെണ്ണിനെ വിളിച്ചു. അങ്ങനെ ഒരു അബദ്ധം ഉണ്ടായി, ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് ശരിയാക്കണമെങ്കിൽ പൈസ എവിടെ നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ കുറച്ച് കാശ് തരാം, അതുകൊണ്ട് കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ഈ പരിപാടിക്ക് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇവരൊക്കെ ഒരു പെണ്ണുങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനൊരു മാനേജറുണ്ട്. ആ മാനേജർ വന്നിട്ട് പറഞ്ഞു, കാശ് ഉണ്ടാക്കാനുള്ള വഴി, ഇവരെ ഇന്നൊന്നും നീ കാശ് മേടിക്കണ്ട. ഇവരോട് വന്നിട്ട് പറയും, ഇവരെ ഇന്നൊന്നും നീ കാശ് മേടിക്കണ്ട, കാശ് ഉണ്ടാക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം, നീ സമ്മതിക്കുകയും ചോദിച്ചു. പറഞ്ഞു, എന്ത് വേണമെങ്കിലും സമ്മതിക്കാം, എന്താ വഴിയെന്ന് ചോദിച്ചു. നിൻ്റെ വീട് 2 ദിവസം ഞങ്ങൾക്ക് വിട്ടു തരിക. അപ്പോൾ വിട്ടു തരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ഒരു 10 ഫാമിലി ഉണ്ടാവും, ആ 10 ഫാമിലി ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ 10 പെണ്ണുങ്ങളുണ്ടാവും, അവർക്ക് പറ്റിയ കുറച്ച് ആണുങ്ങളുണ്ടാവും. ഞങ്ങൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു വേശ്യാലയായിട്ട് നിൻ്റെ വീട് 2 ദിവസം ഞങ്ങൾ ഉപയോഗിക്കും, അതിൽ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. നിൻ്റെ കാറ് നന്നാക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ തരുമെന്ന് പറഞ്ഞു മാനേജർ. അപ്പോൾ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, എന്ത് പണ്ടാറായാലും കുഴപ്പമില്ല, 2 ദിവസത്തെ പ്രശ്നമല്ലല്ലോ, നീ എത്രയും പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു, നമുക്ക് ആഘോഷിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സമ്മതിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവനൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവനെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ഇവൻ സെലക്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതിന് സന്തോഷമായി. പക്ഷേ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ 2 ദിവസം വീട് വേശ്യാലയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മാനേജരെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചാൽ 10 ഫാമിലി, ഈ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി പരിപാടി ചെയ്യുന്ന 10 ഫാമിലി, അതുപോലെ തന്നെ 10 വേശ്യകൾ, അവരെ വലിയ പൈസക്കാരായിട്ടുള്ള പുറത്ത് പോയി ഹോട്ടൽ റൂമൊന്നും എടുക്കാൻ പറ്റാത്ത അത്രയും വലിയ ആൾക്കാർ വന്നിട്ട്, അപ്പോൾ ഒരു വിഭാഗത്ത് ഇവിടെ ഭാര്യമാരെ അങ്ങോട്ട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ കഴിയുന്ന ഇവർ വലിയ വീടാണ്. ഇപ്പുറത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു 10 വേശ്യകളും അതുപോലെ തന്നെ ഇവർ സെറ്റ് ചെയ്തുള്ള കുറേ ആണുങ്ങളും വന്ന് ഇവിടെ നല്ല മേള, ഫുഡും വെടിവെപ്പും, അങ്ങോട്ട് വെടിവെപ്പും, ഇങ്ങോട്ട് പരിപാടി, അങ്ങോട്ട് വെടിവെപ്പും, ഇങ്ങോട്ട് പരിപാടി. ഇവൻ്റെ 2 കൂട്ടുകാർ ഇരുന്നിട്ട് ആകെ തലേറെ ഓട് ധരിച്ചു. അപ്പോൾ ഇവൻ്റെ ഈ ഒരു കാമുകി എന്ന് പറഞ്ഞല്ലോ, ഇവനെ സ്നേഹിക്കുന്ന ഇതുപോലെ തന്നെ ഇവന് പരിപാടിക്ക് വന്നുള്ള പെണ്ണില്ലേ, ആ പെണ്ണ് ഇവൻ്റെ കൂടെ നിന്നിട്ട്, ആ പെണ്ണിന് വേറെ ബന്ധമൊന്നുമില്ല, ഇവൻ്റെ കൂടെ തന്നെ ആ പെണ്ണ് നിൽക്കുന്നുണ്ട്, കാശുണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അവർ 2 ആൾ പോകുമ്പോഴുള്ള വണ്ടിക്ക് അപകടം പറ്റിയത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ഇത് 2 ദിവസത്തെ പ്രശ്നമുള്ളൂ, ഇത് കഴിയുമ്പോൾ അവരോട് ഒഴിഞ്ഞു പൊക്കോളും, നമുക്ക് വണ്ടി നന്നാക്കാനുള്ള കാശുമല്ല, അതിനേക്കാളും കൂടുതൽ കാശ് അവർ തരും, നമുക്കപ്പോൾ നമ്മുടെ പ്രശ്നം തലവേദന തീർന്നില്ലേ. വീടൊക്കെ ആകെ അല്ലംകോലമാക്കി കിട്ടും. 2 ദിവസം കൊണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും കെട്ടിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ ഫോൺ വരും, ഞങ്ങൾ നാളെ അവിടെ എത്തണം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് വേഗം ഇത് വിഷമമായി. അപ്പോഴേക്കും ഈ കംപ്ലീറ്റ് അവിടുത്തെ ക്ലീനിങ്ങും വീടെല്ലാം അടിച്ച് പൊടിച്ച് കൊടുത്ത് ക്ലീനാക്കി കിട്ടിയ കാശ് കൊണ്ട് കാറും നന്നാക്കാനായിട്ട് കൊടുത്തു. കാറും ശരിയാക്കി കിട്ടി, കാറ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. അതുപോലെ തന്നെ വൈരമാല കൊണ്ടുവന്നിട്ട് അളമാരിൽ വെച്ചു. വീടൊക്കെ അടിച്ച് ആൾക്കാരെ നിർത്തി, ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ നിർത്തി, എല്ലാം പണ്ടത്തെ പോലെ ആക്കി അങ്ങോട്ട്. അങ്ങനെ അച്ഛനമ്മയും വരണം. അച്ഛനമ്മയും വന്ന് നോക്കിയപ്പോൾ ഉണ്ട്, പോയ പോലെ തന്നെ വീട് നിൽക്കുന്നുണ്ട്, മാല അവിടെയുണ്ട്, വണ്ടി അവിടെയുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടെന്ന് മറ്റേ കിലോമീറ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാതെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓടിച്ചോട്ടെ. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ സന്തോഷമായി. കാരണം വെച്ചാൽ ഇവന് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ഇവന് ജോലി കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമായി. ഇപ്പോൾ കാറ് ഓടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടത്തിയ പേക്കൊത്തുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ കഥ നമ്മളവിടെ ആ കുടുംബം അവന് ജോലിയും കിട്ടി, അവൻ നല്ല അടിപൊളിയായി നല്ല മനുഷ്യനായി. പിന്നെ ഇങ്ങനെയുള്ള കേസുകളിലൊന്നും ചെന്ന് പെടുകയും ചെയ്തില്ല. ഇവൻ സ്നേഹിച്ച ആ വേശ്യയായിട്ട് നടക്കുന്ന ആ പെണ്ണിനെ ഇവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. നല്ല സുന്ദരിയാണ് അവൾ. അന്നും മുതൽ പിന്നെ വേശ്യയായിട്ട് അവർ പോയിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോരോ വഴിത്തിരിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളധികം തത്തമ്മക്കൂട്ടിലിട്ട് വളർത്താണ്ടിരിക്കുക. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടം പോലെ അവരെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.